അൽ ബഖറയിലെ ഒരു പേജെങ്കിലും ഓതിയിട്ടെടുത്ത് വെക്കുക. എന്തേ? ഒരു നന്മ കഴിഞ്ഞാൽ അടുത്ത നന്മയിലേക്ക് തുടക്കം വെക്കണം, സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. അല്ലാതെ ഒരു നന്മ അവിടെ മുറിച്ചു കളയരുത്. ഒരു നന്മ കഴിഞ്ഞാൽ അടുത്തേത് ഒന്ന് കഴിഞ്ഞ് ഒരു ഹർഫിന് 10 ഹസനത്ത്. യാ അല്ലാഹ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ് ബൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. ഓരോ അക്ഷരത്തിനും 10 കൂലിയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര നമ്മൾ ഓതണം അള്ളാഹുവിൻ്റെ കലാം. നമ്മുടെ ഈ വാട്സപ്പും ഫേസ്ബുക്കും നെറ്റ് കണക്ഷനൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ കുറേ ഖുർആൻ ഓതാൻ കഴിയും കേട്ടോ. സത്യം പറയണേ, കുറേ ഖുർആൻ ഓതാൻ കഴിയും. നമുക്കൊന്നും പറ്റാത്തത് ഈ വാട്സപ്പ് നോക്കിയിരുന്നിട്ടാണ്. ഒന്നുമല്ല, വെറുതെ ഒരു ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്ത് നോക്കും. അപ്പോൾ എന്താ, വെറുതെ ഒരു മാറ്റർ ഉണ്ടാവും, ഒരു കഥ ഉണ്ടാവില്ല, വെറുതെ 2-10 മിനിറ്റ് വായിക്കാണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കും. എന്തേ ഇപ്പം നമ്മൾ കുറേ കണ്ടല്ലോ, ഇപ്പോൾ കുറേ വാട്സപ്പൊക്കെ കുറേ കാലമല്ലോ കാണാൻ തുടങ്ങിയിട്ട്. അത്രയും കാലം നമ്മൾ ഖുർആൻ ഓതാതിരുന്നതിൻ്റെ നഷ്ടം നമ്മൾ ഇനി എന്നാ പരിഹരിക്കും?